ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള എക്സലിലുള്ള ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും ഒപ്പം അതിൻ്റെ കുറച്ച് ടിപ്സുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാസ്, അതായത് നമുക്ക് കൊടുക്കുന്ന ഇതേപോലെയുള്ള ഡാറ്റാസ് വളരെ എളുപ്പത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ റിപ്പോർട്ട്സൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടേബിളുകൾക്കെല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു ഡാറ്റയ്ക്ക് കറക്റ്റായിട്ടൊരു ഹെഡർ വേണം, ഒരു ഹെഡിങ് വേണം. ഇപ്പോൾ ഇവിടെ കൊടുത്ത പോലെ ഓർഡർ നമ്പർ, ഡേറ്റ്, പ്രൊഡക്റ്റ്, റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെയുള്ള ഹെഡേഴ്സ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. രണ്ടാമത്തത്, ഈ ഡാറ്റയ്ക്കിടയിൽ ബ്ലാങ്ക് റോസ് അല്ലെങ്കിൽ കോളംസ് വരാൻ പാടില്ല. ബ്ലാങ്ക് ആയിട്ടുള്ള റോസ് അല്ലെങ്കിൽ കോളംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പിവറ്റ് ടേബിളിൽ നിന്നുള്ള ഈ ഒരു ഓപ്ഷൻ വർക്ക് ആവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡാറ്റാസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മിഡിൽ എവിടെയെങ്കിലും ആയിട്ട് ടോട്ടൽ അല്ലെങ്കിൽ സബ് ടോട്ടലായിട്ട് ഉള്ള കാര്യങ്ങൾ വരാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കിത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഇത് എവിടെയാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഇൻസേർട്ടിൽ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷനാണ് പിവറ്റ് ടേബിൾ എന്ന് നിങ്ങൾക്ക് കാണാം. ഇതിൽ ജസ്റ്റ് മൗസിൻ്റെ ഈ ഒരു ഓപ്ഷൻ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഞാനിവിടെ ഈ ഒരു ടേബിൾ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ടേബിൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ പിവറ്റ് ടേബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ടേബിൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു ടേബിൾ സെലക്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ഒരു കള്ളിയിൽ സെലക്ട് ആയി കിടക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്റ്റേണൽ ഡാറ്റാ സോഴ്സിൽ നിന്ന് ഡാറ്റ എടുക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങളോട് ഇത് എവിടെയാണ് ഇതിൻ്റെ റിപ്പോർട്ട് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള, ന്യൂ വർക്ക് ഷീറ്റിലാണോ അതോ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് തന്നെയാണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ന്യൂ വർക്ക് ഷീറ്റ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിൽ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ന്യൂ വർക്ക് ഷീറ്റ് എന്നുള്ളതിൽ ഓക്കെ കൊടുക്കണം. അപ്പോൾ അടുത്തൊരു ഷീറ്റിൽ ജസ്റ്റ് പിവറ്റ് ടേബിളിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഒപ്പം ഇവിടെ പിവറ്റ് ടേബിൾ ഫീൽഡ് ലിസ്റ്റ് എന്നുള്ളതിൽ നിങ്ങൾക്ക് നമ്മൾ കൊടുത്ത എല്ലാ ഹെഡിങ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി എനിക്ക് വേണ്ടത്, നമുക്കിവിടെ ഈ ഒരു ഷീറ്റിൽ നിങ്ങൾക്ക് കാണാം ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് അല്ലേ, ഒത്തിരി ആൻറ്റിവൈറസിൻ്റെ പ്രൊഡക്റ്റുകളുണ്ട്. ഈ ഓരോ പ്രൊഡക്റ്റുകളും എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെയിലായ ആൻറ്റിവൈറസ് ഏതാണെന്നും എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ പ്രൊഡക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റോ ടേബിൾസ് എന്നുള്ളതിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടെ ഒത്തിരി റിപ്പീറ്റേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവായിട്ട് നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റും ഇവിടെ സിംഗിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി എനിക്ക് നോക്കേണ്ടത് ഈ ഓരോ പ്രൊഡക്റ്റും എത്ര രൂപയ്ക്കാണ് സെയിലായതെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഈ റേറ്റ് എന്നുള്ളത് എടുത്തിട്ട് ഇവിടെ വാല്യൂസ് എന്നുള്ള ഈ ഒരു കള്ളിയിൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ പ്രൊഡക്റ്റും എത്ര രൂപയ്ക്കാണ് മാക്സിമം സെയിലായിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടൽ എത്ര രൂപയ്ക്ക് ഞാൻ സെയിൽ ചെയ്തു എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്രാൻഡ് ടോട്ടൽ മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവറേജ് ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. ആവറേജ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വാല്യൂസ് ഉള്ളല്ലോ, ഈ ഒരു എറോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം വാല്യൂ ഫീൽഡ് സെറ്റിങ്സിലെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആവറേജ് എന്നുള്ളത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഓരോ ഇതിൻ്റെയും ആവറേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ആവറേജ് എത്ര സെയിൽ ചെയ്തു എന്നുള്ളത്. ഇനി അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ ഓരോന്നിൻ്റെ കൗണ്ടാണ് കാണേണ്ടത്, എത്ര എണ്ണം വിറ്റു എന്നാണ് കണ്ടെങ്കിൽ കൗണ്ട് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓരോ ആൻറ്റിവൈറസ് നിങ്ങൾക്ക് ഇവിടെ എത്ര കൗണ്ട് ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റും, എത്ര കൗണ്ട് ഞാൻ സെയിൽ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വാല്യൂസ് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്കിവിടെ കാണാം, ഞാൻ ഓരോ ഡിസ്ട്രിക്റ്റിലേക്കുമാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര വീതം സെയിൽ ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര എമൗണ്ടിന് സെയിൽ ചെയ്തു, ഏതൊക്കെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു എന്നുള്ളത് എനിക്ക് കാണാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളിവിടെ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് എടുത്തിട്ട് നേരെ കോളം ടേബിൾസ് എന്നുള്ളതിൽ കൊണ്ടുചെല്ലുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ണൂരിൽ എത്ര സെയിൽ ചെയ്തു, കൊല്ലത്ത് എത്ര സെയിൽ ചെയ്തു, കോട്ടയത്ത് എത്ര സെയിൽ ചെയ്തു, ഏതൊക്കെ പ്രൊഡക്റ്റുകൾ എത്രയൊക്കെ എമൗണ്ടിന് സെയിൽ ചെയ്തു, അതിൻ്റെയൊക്കെ ഗ്രാൻഡ് ടോട്ടൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി എനിക്കൊരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഉള്ള സെയിൽ ചെയ്ത ആൻറ്റിവൈറസുകൾ മാത്രം അറിയണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഡേറ്റ് എന്നുള്ളതിൽ എടുത്തിട്ട് നേരെ റിപ്പോർട്ട് ഫിൽട്ടർ എന്നുള്ളതിൽ കൊണ്ടുവച്ചിടുക. ജസ്റ്റ് ഇതിൽ കൊണ്ടുവച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു
9-ാം തീയതി കൊടുക്കണം. 9-ാം തീയതി കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 9-ാം തീയതി ഞാൻ ക്വിക്കിയിലും ബാഡ്വേസും സെയിൽ ചെയ്തിട്ടുണ്ട്, കോട്ടയത്തേക്കും കോഴിക്കോടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലൊരു ഹ്യൂജ് ഡാറ്റ നിങ്ങൾക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഇനിയിപ്പോൾ ഇതിലേതെങ്കിലും ഒരു നിങ്ങൾ കൊടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡ് റിമൂവ് ആകും. ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് വേണ്ട, ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ട് ഫിൽട്ടർ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ആ റിമൂവ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലൊരു ഹ്യൂജ് ഡാറ്റ പോലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെടുത്തിച്ചാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.